നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഭൂനികുതി വർധനവിനെതിരെ തൊടുപുഴ ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. കന്യാകുമാരിയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇഞ്ചിയാനി ഗവൺമെന്റ് LP സ്കൂളിലെ ജൂബിലി ആഘോഷം 22-ന് സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആദിവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് KPMS തൊടുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ. KPMS കാഞ്ഞാർ ശാഖ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. ഭൂനികുതി വർധനവിനെതിരെ തൊടുപുഴ ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ തൊടുപുഴ ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തൊടുപുഴ രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വില്ലേജ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. കെട്ടിട നികുതിക്ക് ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 1600 രൂപയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിത് കൊടുക്കും. പക്ഷെ എഞ്ചിനീയർമാർക്ക് അതിന്റെ പ്ലാൻ വരച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള നിർദ്ദേശം 2000 രൂപ വേണമെന്നുള്ളതാണ്. അതാണ് കെട്ടിട നികുതിയുടെ അവസ്ഥ. താരിഫ് വില റീസർവേ നടക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അറിയുമോ? ഇപ്പോ പനത്തടി വില്ലേജിൽ, കാസർഗോഡ് ജില്ലയിലെ പനത്തടി വില്ലേജിൽ 4000 ഏക്കറുണ്ട് NSS. റീസർവേ നടത്തിയിട്ടില്ല. റീസർവേ നടക്കാത്തതിന്റെ പേരിൽ അത് NSS നഷ്ടം സഹിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ഏരിയ മൊത്തം ഒരു ഏക്കറിന് 27 ലക്ഷം രൂപയാണ് വില. 8 ലക്ഷമല്ല, 9 ലക്ഷം, 10 ലക്ഷം രൂപയാണ് അവിടെ സ്ഥലത്തിന്റെ വില. ക്രയവിക്രയം ഒന്നും നടക്കുന്നില്ല. വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് MH സജീവ് സ്വാഗതം ആശംസിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷിബിലി സാഹിബ്, DCC ജനറൽ സെക്രട്ടറിമാരായ താജുദ്ദീൻ, NI ബെന്നി, മുനിസിപ്പൽ കൌൺസിലർമാരായ K ദീപക്, നീനു പ്രശാന്ത്, കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ എന്നിവർ പങ്കെടുത്തു. നിരവധി പ്രവർത്തകർ മാർച്ചിലും ധർണയിലും അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. കന്യാകുമാരിയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലുണ്ടായിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എക്കോ പോയിന്റിന് സമീപം റോഡിലെ കുഴിയിൽ വീണ് ബസ് മറിയുകയായിരുന്നു. 2 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായാണ് റിപ്പോർട്ട്. അപകടത്തിൽ പരിക്കേറ്റവരെ മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി മൂന്നാറിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ബസ് മറിഞ്ഞ് 3 പേർ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ എക്കോ പോയിന്റിന് സമീപം വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം നടന്നത്. നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിൽ നിന്നുമായിരുന്നു വിദ്യാർത്ഥി സംഘം വിനോദസഞ്ചാരത്തിനെത്തിയത്. BSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളായ ആദിക, വേണിക, സുധൻ എന്നിവരാണ് മരിച്ചത്. ആദികയും വേണികയും സംഭവ സ്ഥലത്ത് വെച്ചും സുധൻ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയുമാണ് മരിച്ചത്. 20ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ 15 പേരെ മൂന്നാർ GH ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
വിദഗ്ധ ചികിത്സയ്ക്കായി ഗുരുതര പരിക്കേറ്റ 3 പേരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 37 വിദ്യാർത്ഥികളും 3 അധ്യാപകരുമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വിനോദസഞ്ചാര സംഘം ഇന്നലെ രാത്രിയിലായിരുന്നു തമിഴ്നാട്ടിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ന് പുലർച്ചെ ഇവർ മൂന്നാറിലെത്തി. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ സന്ദർശനത്തിന് ശേഷം കുണ്ടള അണക്കെട്ടിലേക്ക് പോകും വഴി ബസ് അപകടത്തിൽപ്പെടുകയായിരുന്നു. കേരള രജിസ്ട്രേഷനിലുള്ള ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. വിലക്കയറ്റം മൂലം വെന്തുരുകുന്ന ജനതയുടെ മേൽ തിളപ്പിച്ച എണ്ണ കോരിയൊഴിക്കുന്ന നടപടിയാണ് പിണറായി സർക്കാർ ബജറ്റിൽ ഏർപ്പെടുത്തിയ അധിക നികുതി മൂലം സംജാതമായിരിക്കുന്നതെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ്. ജനദ്രോഹ ബജറ്റിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുമാരമംഗലം വില്ലേജ് ഓഫീസ് പടിക്കൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാത്യു അധ്യക്ഷത വഹിച്ചു. വിലക്കയറ്റം മൂലം വെന്തുരുകുന്ന ജനതയുടെ മേൽ തിളപ്പിച്ച എണ്ണ കോരിയൊഴിക്കുന്ന നടപടിയാണ് പിണറായി സർക്കാർ ബജറ്റിൽ ഏർപ്പെടുത്തിയ അധിക നികുതി മൂലം സംജാതമായിരിക്കുന്നതെന്ന് മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് കുറ്റപ്പെടുത്തി. നികുതി കൊള്ളയ്ക്ക് മാത്രം അവതരിപ്പിച്ച ജനദ്രോഹ ബജറ്റിനെതിരെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കുമാരമംഗലം വില്ലേജ് ഓഫീസ് പടിക്കൽ നടത്തിയ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി ഭരണത്തിൽ വന്യജീവികൾക്കും SFIക്കും പോലീസിനും ഒരേ മാനസികാവസ്ഥയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാമ്പസിനുള്ളിൽ ക്യാമ്പസ് ഉപയോഗിച്ച് സഹപാഠികളെ കൊല്ലാക്കൊല ചെയ്യുന്ന ക്രിമിനൽ സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മാർക്സിസ്റ്റ് അടിമകളായി പോലീസ് അധപതിച്ചു കഴിഞ്ഞു. ഓരോ ദിവസവും ഈ നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തല്ലി തകർത്തുകൊണ്ട് ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന വിദ്യാർത്ഥി യുവജന സംഘടനകളായ SFIയും DYFIയും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളും ഈ നാടിന്റെ സമാധാനപരമായ അന്തരീക്ഷം തല്ലി തകർത്തുകൊണ്ട് ജനങ്ങളെ തല്ലിക്കൊല്ലുന്ന ഒരു ഭരണകൂട ഭീകരതയാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ബാലഗോപാലിന്റെ അവസാനത്തെ ബഡ്ജറ്റ്, ഈ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റ് കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങളാകമാനം പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നു. സർക്കാർ ജീവനക്കാരും കർഷകരും കർഷക തൊഴിലാളികളും പെൻഷൻ വാങ്ങുന്നവരും ഈ നാട്ടിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ ഏറെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാത്തിരുന്നത്. ഈ ഗവൺമെന്റിന്റെ അവസാന ബഡ്ജറ്റിൽ ഈ നാടിന് ഗുണകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത്. പക്ഷേ ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഈ നാടിന്റെ പ്രതീക്ഷയ്ക്കകത്ത് ഉയർന്നില്ല എന്ന് മാത്രമല്ല, ആകമാനം ഈ നാട്ടിലെ ജനങ്ങളെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളെ പോലും നിരാശപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിലൂടെ ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന അമിതമായ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ നാട് അനുഭവിക്കാൻ പോകുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മാത്യു അധ്യക്ഷത വഹിച്ച സമരപരിപാടിയിൽ DCC ജനറൽ സെക്രട്ടറി ലീലാമ്മ ജോസ്, KG സിന്ധുകുമാർ, സാജൻ ചിമ്മിനിക്കാട്ട്, സജി ചെമ്പകശ്ശേരി, കാസിം കളപ്പുര എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കുമാരമംഗലം. ഇഞ്ചിയാനി ഗവൺമെന്റ് LP സ്കൂളിലെ ജൂബിലി ആഘോഷം 22-ന് സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപക സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യുവിന്റെ അധ്യക്ഷതയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. ആലക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് വിദ്യാലയമായ ഇഞ്ചിയാനി ഗവൺമെന്റ് LP സ്കൂൾ സ്ഥാപിതമായിട്ട് 75 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. 1950-ൽ പ്രവർത്തനം ആരംഭിച്ച സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ഗംഭീരമായി ആഘോഷിക്കുവാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു രക്ഷാധികാരിയായും വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ് ചെയർമാനുമായ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമവും പൂർവ്വ അധ്യാപക സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. 22-ന് രാവിലെ 10:30 ജൂബിലി ആഘോഷവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമവും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം മുഖ്യപ്രഭാഷണം നടത്തും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു പൂർവ്വ അധ്യാപകരെ ആദരിക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വിവിധ കലാപരിപാടികളും നടക്കും. വൈകിട്ട് 5 മണിക്ക് സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാൻസി മാത്യുവിന്റെ അധ്യക്ഷതയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രൊഫസർ MJ ജേക്കബ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ശ്രീ മാത്യു K ജോൺ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജെറി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നാടകം, മെഗാ ഷോ എന്നിവ നടക്കും. ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് ഏക വിദ്യാലയം എന്നതിലുപരി പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളിലുമുള്ള കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് ആകർഷിക്കുവാനും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസ നിലവാരവും നല്ല അധ്യാപകരുടെ
സഹകരണത്തോടെ നല്ല അഭിപ്രായത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ സ്കൂളിൻ്റെ PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു അഭിപ്രായവും ആഗ്രഹപ്രകാരമാണ് നമ്മൾ സ്കൂളിൻ്റെ 75ാം ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത്. അത് പഠിച്ചു വിട്ടുപോയ മുൻ വിദ്യാർത്ഥികളെയും മുൻ അധ്യാപകരെയും എല്ലാം നമ്മൾ ജൂബിലിയിലേക്ക് പ്രത്യേകം ക്ഷണിച്ച് അത് ഏറ്റവും നല്ല രീതിയിൽ നല്ല മനോഹരമായ ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. സംസ്ഥാനത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ പി ശിവൻകുട്ടി അവர்களാണ് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൻ്റെ അധ്യക്ഷനായി തൊടുപുഴയുടെ MLA ശ്രീ PJ ജോസഫ് സാറുണ്ട്. മുഖ്യ പ്രഭാഷണം നടത്താൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ടോബി തോമസ് കാവാലുമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരെ ആദരിക്കുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥി അധ്യാപകരുടെ സംഗമവും ഉച്ചഭക്ഷണത്തോടുകൂടി നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളുടെ വാർഷിക ആഘോഷങ്ങളിലേക്ക് കിടക്കുകയാണ്. വാർഷിക ആഘോഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ സമാപന സമ്മേളനം ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസിന്റെ സാന്നിധ്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജാൻസി മാത്യുവിന്റെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ്, PTA പ്രസിഡന്റ് MK ബിജു മുണ്ടക്കുഴിയിൽ, ദീപു ജോസ്, ഹെഡ് മിസ്ട്രസ് മിനി കുര്യൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭൂനികുതി വർധനവിനെതിരെ കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആദിവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ഭൂനികുതി വർധനവിനെതിരെ കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉടുമ്പന്നൂർ വില്ലേജിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആദിവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് മനോജ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CB ദാമോദരൻ, DCC മെമ്പർമാരായ KR സോമരാജ്, ജോൺസൺ കുര്യൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മാത്യു ജോൺ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സോമി അഗസ്റ്റിൻ, സാം ജേക്കബ്, PT ജോസ്, ബിനു വിജയൻ, ജോർജ് മേച്ചേരി, ജിജി സുരേന്ദ്രൻ, നൈസി ഡെനിൽ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹാജറ സെയ്ദ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാർ മനു CC, L റമീസ് കുരാപ്പള്ളി, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ PT ഷിബു, സുനിൽ ബാബു, എൽദോ വർഗീസ്, മിനി മനോജ് എന്നിവർ സംസാരിച്ചു. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് KPMS തൊടുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ KPMS കാഞ്ഞാർ ശാഖ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിന് മുന്നോടിയായി 100 കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനവും നടത്തി. പുതിയ ശാഖാ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഖിൽ P രാജൻ, സെക്രട്ടറിയായി സജിത മനു ഉൾപ്പെടെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരളത്തിൽ എത്രയും പെട്ടെന്ന് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് KPMS തൊടുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി യാഥാർത്ഥ്യമാകണമെങ്കിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയേ മതിയാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. KPMS കാഞ്ഞാർ ശാഖ വാർഷിക സമ്മേളനം ഇന്ദിര റീജൻസിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് കണ്ണൻ. നമുക്ക് വേണ്ടി നഷ്ടപ്പെടുന്ന എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന് മുന്നോടിയായി 100 കണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം നടന്നു. സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് MK പരമേശ്വരൻ, കമ്മിറ്റി അംഗം TC സുഗു, ജില്ലാ കമ്മിറ്റി അംഗം വത്സ മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ശാഖാ ഭാരവാഹികളായി പ്രസിഡന്റ് അഖിൽ P രാജൻ, സെക്രട്ടറി സജിത മനു, ഖജാൻജി ശോഭന തങ്കച്ചൻ എന്നിവർ ഉൾപ്പെടെ 11 പേരെ തിരഞ്ഞെടുത്തു. തുടർന്ന് ശാഖാ അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞാർ. ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെ കോൺഗ്രസ് കരിമണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. KPCC അംഗം നിഷാമോൾ സോമൻ ഉദ്ഘാടനം
ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബേബി തോമസ് അധ്യക്ഷത വഹിച്ചു. ഭൂനികുതി വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ കരിമണ്ണൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ കരിമണ്ണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു. KPCC അംഗം നിഷ സോമൻ ഉദ്ഘാടനം ചെയ്തു. 2500 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് കേരളത്തിലെ ഏതാണ്ട് 4 കോടി വരുന്ന ജനങ്ങളിൽ 4.5 കോടി, അതായത് 3.5 കോടി 4 കോടി ജനങ്ങൾ വരുന്നതിൽ ഏതാണ്ട് 60 ലക്ഷത്തോളം ആളുകൾക്കാണ് ഈ പെൻഷൻ കൊണ്ട് ഉപയോഗമുണ്ടാകുന്നത്. 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോൾ അതൊരു സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുകയാണ്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബേബി തോമസ് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ജോജോ വെച്ചൂർ സ്വാഗതം പറഞ്ഞു. DCC അംഗങ്ങളായ മനോജ് കോക്കാട്ട്, TK നാസർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ടോമി കുരുട്ടുകുന്നൽ, NK അബ്ദുൽ കരീം, ജോസ് തോട്ടത്തിൽ മാലിൽ, ബീന ജോളി, ജിജി അപ്രമെ, ജോജോ ജെയിംസ്, ആൻസി സിറിയക് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോട്ടപ്പടി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസിന്റെ യാത്രയയപ്പും അധ്യാപക രക്ഷകർതൃ സംഗമവും നടത്തി. ആന്റണി ജോൺ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും നടന്നു. കോട്ടപ്പടി നോർത്ത് ഗവൺമെന്റ് LP സ്കൂൾ 74ാം സ്കൂൾ വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് ഷാലിക്ക് യാത്രയയപ്പും അധ്യാപക രക്ഷകർതൃ സംഗമവും സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. ഒരു ജനപ്രതിനിധി, ഒരു MLA എന്നുള്ള നിലയിൽ MLAക്ക് വിനിയോഗിക്കാൻ കഴിയുന്ന തുക ആശ്രയ വികസന ഫണ്ട് 5 കോടി രൂപ, അതോടൊപ്പം തന്നെ പ്രത്യേക വികസന നിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 കോടി രൂപ, 6 കോടി രൂപ ഒരു വർഷം ലഭിക്കും. ഈ 6 കോടി രൂപ നമുക്ക് നേരിട്ട് വിനിയോഗിക്കാൻ കഴിയുന്ന തുകയാണ്. അപ്പോൾ അങ്ങനെ ഈ 2 ഫണ്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോഴും കഴിഞ്ഞ 9 വർഷക്കാലവും നമ്മൾ നീക്കി വച്ചിട്ടുള്ള കോതമംഗലത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി തന്നെയാണ്. ഞാനത് വീണ്ടും എടുത്ത് സൂചിപ്പിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ ഈ സംസ്ഥാന ബഡ്ജറ്റിന് ശേഷം ചില ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ ചില പ്രസ്താവനകൾ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി. ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് നമുക്കറിയാം, കോതമംഗലത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ മാധ്യമങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാവും, കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ മറ്റ് 139 മണ്ഡലത്തിലും ഇങ്ങനെ ഇല്ല എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PIM ബഷീർ, കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മെറ്റിൻ മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശ അജിൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോൺ, AEO സജീവ് PB, BPC കോതമംഗലം സിമി P മുഹമ്മദ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി സജീവ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സണ്ണി വർഗീസ്, വാർഡ് മെമ്പർമാരായ ഷിജി ചന്ദ്രൻ, സന്തോഷ് അയ്യപ്പൻ, ഷൈമോൾ ബേബി, നിതിൻ മോഹനൻ, റംല മുഹമ്മദ്, അമൽ വിശ്വം, ശ്രീജ സന്തോഷ്, BGP ഐസക്, MPTA ചെയർപേഴ്സൺ ലിൻഡ സുബിൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി എൽദോസ് കാരിപ്ര, ഹെഡ് ഗേൾ കുമാരി അവനിജ അനൂപ്, സ്കൂൾ ലീഡർ മാസ്റ്റർ വിഘ്നേശ്വർ വിജയ്, അധ്യാപക പ്രതിനിധി രമ്യ CK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അധ്യാപക പ്രതിനിധി പ്രിൻസില ടീച്ചർ സ്വാഗതവും SMC ചെയർമാൻ അനീഷ് KB കൃതജ്ഞതയും പറഞ്ഞു. ആഘോഷങ്ങളോടനുബന്ധിച്ച് കുട്ടികളുടെ കലാസന്ധ്യ നടന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സംസ്ഥാന ബജറ്റിൽ ഭൂനികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസ് പടിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. DCC സെക്രട്ടറി അഗസ്തി അഴകത്ത് സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ചു. വർദ്ധിപ്പിച്ച ഭൂനികുതി ഉൾപ്പെടെയുള്ള ജനദ്രോഹ നടപടികൾ സംസ്ഥാന സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനമൊട്ടാകെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിവരുന്ന റവന്യൂ ഓഫീസ് ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസ് പടിക്കലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബി ചാലിൽ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം DCC സെക്രട്ടറി അഗസ്തി അഴകത്ത് നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചിരിക്കുക. അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിലൂടെ പ്രതിപാദിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യം 2 കൊള്ള സങ്കേതങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുക. ഡൽഹിയിലെ ഒരു മോദി സർക്കാരും ഇവിടെ ഒരു പിണറായി സർക്കാരും. ഈ 2 സർക്കാരുകൾ ജനങ്ങളുടെ ക്ഷേമങ്ങളെപ്പറ്റി ചിന്തിക്കാതെ അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരുപറ്റം ആളുകളെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത നാളിൽ കേന്ദ്രത്തിലെ ഒരു ബഡ്ജറ്റ് നടന്നു, സംസ്ഥാനത്തൊരു ബഡ്ജറ്റ് നടന്നു. 2 വലിയ സദ്യകൾ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നടത്തിയിട്ടിരിക്കുകയാണ്. സദ്യ നടത്തുക എന്ന് പറയുമ്പോൾ അത് സദ്യക്ക് ക്ഷണിക്കപ്പെടുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കും,
തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആ സദ്യവട്ടങ്ങളെ നോക്കിക്കാണുകയും അവിടെ എത്തിച്ചേരുകയൊക്കെ ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിനോയ് വർക്കി, സോയിമോൻ സണ്ണി, മാത്യു തായങ്കരി, ടോമി താണോലി എന്നിവർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു. നികുതികൾ ഏർപ്പെടുത്താൻ ഏതൊക്കെ വകുപ്പുകളാണ് ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു വിങ് ഇപ്പം പിണറായി സർക്കാരിന്റെ PR വർക്കിന്റെ പ്രധാന ജോലിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞ്, ദൈവം എന്നൊക്കെ പറഞ്ഞ് ശ്രീ പിണറായിനെ പൂഴ്ത്തിപ്പാടി ഇല്ലാത്ത പേരുണ്ടാക്കി കൊടുക്കുന്ന ഒരു PR വർക്ക് നടക്കുന്ന ഈ കേരളത്തിൽ ഇപ്പോൾ ഏത് വിഭാഗത്തിലാണ് നികുതി വർദ്ധിപ്പിക്കേണ്ടത് എന്നറിയുവാൻ വേണ്ടി പുതിയൊരു വിങ്ങിനെ കൂടി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് പിണറായി സർക്കാർ. നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് 3.25 കോടി രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന 30 കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതിനു മുന്നോടിയായി വേട്ടാമ്പാറ, പിച്ചപ്ര പ്രദേശങ്ങളിൽ ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കോട്ടപ്പടി, പിണ്ടിമന പഞ്ചായത്തുകളിലെ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കുന്നതിന് 3.25 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിക്കുന്ന 30 കിലോമീറ്റർ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നു. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറ, അയനിച്ചാൽ നിന്നും ആരംഭിച്ച വേട്ടാമ്പാറ, കടുക്ക സിറ്റി, പിച്ചപ്ര, കുളഞ്ഞാട്ടുകുഴി, കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലി, കോട്ടപ്പാറ, കൂവക്കണ്ടം, തോണിച്ചാൽ, കണ്ണക്കട, കൊളക്കാടൻ തണ്ട്, കുത്തുകുഴി വഴി വേങ്ങൂർ പഞ്ചായത്തിലെ മേക്കപ്പാല, കണിച്ചാട്ടുപാറ, വാവലുപാറ, പണിയേലി വഴി പോരിൽ അവസാനിക്കുന്ന നിലയിലും വേട്ടാമ്പാറ, അയനിച്ചാൽ മുതൽ ഓൾഡ് ഫൂദത്താൻ കെട്ട് വരെ പുഴത്തീരത്തുകൂടിയും പൂർണ്ണമായി കവർ ചെയ്യുന്ന നിലയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഫലപ്രദമായ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിക്കുന്നത്. ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി വേട്ടാമ്പാറ, പിച്ചപ്ര പ്രദേശങ്ങളിൽ ആന്റണി ജോൺ MLA നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. കോട്ടപ്പടി, പിണ്ടിമന, വേങ്ങൂർ പഞ്ചായത്തുകളിൽ 30 കിലോമീറ്റർ ദൂരത്തിൽ ഡബിൾ ലൈൻ ഹാങ്ങിംഗ് ഫെൻസിംഗ് വലിക്കുന്ന പ്രവൃത്തി 3.25 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ സമീപ നാളുകളിലൊക്കെ കൂടുതലായി വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടുവരികയും ഒടുവിലായി കടുവയുടെ ഉൾപ്പെടെ സാന്നിധ്യമുണ്ട് എന്ന് കാണുമ്പോൾ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ വർക്ക് വളരെ വേഗത്തിൽ ആരംഭിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മൾ DFOയ്ക്ക് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷനിലെ മറ്റ് പ്രദേശങ്ങളിൽ ഇപ്പോൾ ഉള്ള വർക്കുകളൊക്കെ അതിന് മുൻപേ തന്നെ നമ്മുടെ ഈ 30 കിലോമീറ്റർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുൾപ്പെടെ മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിൽ ഏതാണ്ട് 7 കോടി രൂപയുടെ വിവിധ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. അത് കുട്ടമ്പുഴ, പിണൂർക്കുടിയിൽ ഉള്ളനന്നി മേഖലയിൽ ട്രഞ്ചിൻ്റെ വർക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. MLAയോടൊപ്പം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം, ബ്ലോക്ക് മെമ്പർ ലിസി ജോസഫ്, വാർഡ് മെമ്പർമാരായ SM അലിയാർ, ബേസിൽ എൽദോസ്, സിബി പോൾ, ലത ഷാജി, കോടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ R അദീഷ്, മേക്കപ്പാല ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മനോജ് കുമാർ, SFO ബിജു VR, BFO സനോജ് K, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MM ജോസഫ്, TC മാത്യു, സജീവ് നാരായണൻ, ജോബി അറയാനിക്കൽ, അജിലാൽ മീരാൻ, ജോളി ജോർജ്, EK ചന്ദ്രൻ, MS അബ്രഹാം, ഷിനി മംഗലത്ത് എന്നിവരും പ്രദേശവാസികളും സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. രാജാക്കാട് വില്ലേജ് ഓഫീസ് പടിക്കൽ കോൺഗ്രസ് പ്രവർത്തകർ ധർണാ സമരം നടത്തി. KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹപരമായ ബജറ്റിനെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ച് കർഷകരെ ദ്രോഹിക്കുന്ന നയത്തിനെതിരായും ഭൂപ്രശ്ന പരിഹാരം ആവശ്യപ്പെട്ടും KPCC ആഹ്വാനപ്രകാരമാണ് കോൺഗ്രസ് രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് പടിക്കൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. രാജാക്കാട് ടൗണിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ വില്ലേജ് ഓഫീസ് പടിക്കലെത്തിയത്. വില്ലേജ് ഓഫീസ് പടിക്കൽ നടന്ന ധർണാ സമരം KPCC അംഗം R ബാലൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിച്ച ഭൂനികുതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ നമുക്കറിയാം ക്ഷേമ പെൻഷൻ നമ്മുടെ ഇപ്പൊ തന്നെ 4-5 മാസം കുടിശ്ശിക. അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് 2011 കോടി രൂപയാണ്
നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമനിധി ബോർഡിന്റെ വിഹിതം അടച്ച ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ളത് 2011 കോടി രൂപ. അങ്ങനെ ഈ സംസ്ഥാനത്ത് ജനങ്ങളെ എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ആളുകളും മന്ത്രിസഭയ്ക്കകത്തും പുറത്തുമെല്ലാം ഗവേഷണത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കാലത്ത് മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാകുഴി അധ്യക്ഷത വഹിച്ചു. ഉടുമ്പൻചോല ബ്ലോക്ക് പ്രസിഡന്റ് MP ജോസ് മുഖ്യപ്രഭാഷണം നടത്തി. DCC മെമ്പർമാരായ ബെന്നി പാലക്കാട്ട്, ലിജോ മുണ്ടപ്ലാക്കൽ, MD തോമസ്, ബ്ലോക്ക് മെമ്പർ കിങ്ങിണി രാജേന്ദ്രൻ, വാർഡ് മെമ്പർമാരായ മിനി ബേബി, TK സുജിത്, പുഷ്പലത സോമൻ, ജോയി തമ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഇടവെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരിക്കോട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MD അർജുനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടവെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AK സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനെതിരെയും നികുതിക്കൊള്ള അവസാനിപ്പിക്കുക, സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുമാണ് ഇടവെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരിക്കോട് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി MD അർജുനൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോൾ 2014 മെയ് 25 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്കാണ് തിരുവനന്തപുരം പുത്തരക്കണ്ട മൈതാനത്ത് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഗവൺമെന്റ് അധികാരത്തിൽ കയറുന്നത്. അന്ന് അതിന്റെ തൊട്ടടുത്താണ് ഏറ്റവും വലിയ ചാലക്കമ്പോളം, തിരുവനന്തപുരത്തെ മാർക്കറ്റ. ആ ചാലക്കമ്പോളത്തിൽ 1 കിലോ കുതിരയുടെ വില 32 രൂപയായിരുന്നു. ഇടവെട്ടിയിലും തൊടുപുഴയിലും എല്ലാം 1-2 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. 9 വർഷം ഈ മെയ് 20 ആകുമ്പോൾ പൂർത്തിയാവുകയാണ്. ആ 32 രൂപയുടെ അരി ഇപ്പോൾ 58, 60, 62 രൂപയ്ക്കായി. പറയട്ടെ, എവിടെ പോയി DFIക്കാരൻ? എൻജിഒക്കാരൻ ഇതിനകത്ത് കാണുമല്ലോ, യാതൊരു തർക്കമില്ല. ഭഗവാന്റെ കൗൺസിൽ എൻജിഒ കണ്ടില്ലേ? ഒരു ദുരന്തം ഉണ്ടായപ്പോ ആനയടഞ്ഞ് ആൾക്കാർ ചവിട്ടി വീഴ്ത്തി 2-3 പേര് മരിച്ചിട്ട് പോലും അവിടെ KDMനെ പറഞ്ഞു വിടാതെ സമരം ചെയ്ത എൻജിഒക്കാരൻ അറിയാം. 21% DA ഒക്കെ കിട്ടാനുള്ളത് വേറെ ആവശ്യത്തിൽ നയിക്കട്ടെ. ഭരണം കേട്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭരണം കൊണ്ട് പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയോജനം നാട്ടുകാർക്ക് വേണ്ടി ചെയ്യണ്ടേ? ഈ നികുതിക്കുള്ള യഥാർത്ഥത്തിൽ കുറുവാസങ്ങൾ തമിഴ്നാട്ടിലെ അതിപ്രശസ്തമായ ഗ്രാമത്തിൽ നിന്ന് വന്ന എണ്ണ ഏത് പോലീസുകാർ വിചാരിച്ചാലും കുറുവക്കാരെ പിടിക്കാൻ പറ്റിയില്ല. കാരണം ഒന്നാമതേ അവരുടെ നിറം ശാല വ്യത്യസ്തമാണ്. അതിലൊരു എണ്ണയെല്ലാം കൂടെ തേച്ചിട്ട് അടിവസ്ത്രം മാത്രമേ കാണത്തുള്ളൂ. ആര് കയറി പിടിച്ചാലും അവര് തടിവരുടെയിലൊക്കെ മണക്കൂത്തി പിച്ചാത്തിയും കത്തിയും വെട്ടുകുത്തിയും കോടാലിയും കാണും. അതുകൊണ്ട് തകർത്തിട്ട് പോകുന്നവരാണ്. ആ കുറുവാ സംഘത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഇപ്പോൾ KN ബാലഗോപാലും പിണറായി വിജയനും കൂടെ കേരളത്തിൽ ഒരുക്കുന്ന ബഡ്ജറ്റ്. ഇടവെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് AK സുഭാഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് MU തോമസ് സ്വാഗതം ആശംസിച്ചു. തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് മരവെട്ടിക്കൽ, ജനറൽ സെക്രട്ടറി റോയി ജോർജ് മംഗലത്ത് കുന്നൻ, ജോമോൻ തെക്കുംഭാഗം, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ബെന്നി ചാവാട്ട്, സാബു ശങ്കരപ്പിള്ള, ഫ്ലോയി തോമസ് തുരുത്തിക്കര, അസീസ് പാലമൂട്ടിൽ, റഷീദ് തേക്കനാൽ, സുമതി പ്രഭാകരൻ, സുജാത സജീവ്, ശാന്ത ജനാർദ്ദനൻ, CD ജോണി, ഷാജി കോട്ടവാതുക്കൽ, അനി വർഗീസ് പള്ളിക്കുന്നേൽ, ബിനീഷ് തങ്കപ്പൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭൂനികുതി വർധനവിനെതിരെ തൊടുപുഴ ഈസ്റ്റ് വെസ്റ്റ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. മൂന്നാർ എക്കോ പോയിന്റിന് സമീപം ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് 2 പേർ മരിച്ചു. കന്യാകുമാരിയിൽ നിന്ന് വിനോദസഞ്ചാരത്തിനെത്തിയ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇഞ്ചിയാനി ഗവൺമെന്റ് LP സ്കൂളിലെ ജൂബിലി ആഘോഷം 22-ന് സംഘടിപ്പിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസ് ഉടുമ്പന്നൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ആദിവാസി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് KPMS തൊടുപുഴ താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ. KPMS കാഞ്ഞാർ ശാഖ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.